ഉത്രാട ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾ മേഴത്തൂരാണ്. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ടോ നല്ല മഴയാണ് കേട്ടോ. തലേ ദിവസം രാത്രി മുതൽ നിർത്താതെ പെയ്യുന്ന മഴയാണേ. അപ്പം ഞാൻ എനിക്ക് ഉറക്കം ശരിയായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അമ്മ അടുക്കളയിൽ തകൃതിയായി ഓരോ പണിയിലാണ് കേട്ടോ. അമ്മ ഭൂരിക്കുള്ളതൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഭൂരിക്ക് കറിക്ക് ഓരോ സാധനങ്ങളൊക്കെ നുറുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഉള്ളിയും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് അങ്ങനെ ആ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പഴം പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചായക്ക് വെച്ചിട്ടുണ്ട് അമ്മ. കുക്കറിൽ ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പണികൾ അമ്മ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴേക്കും ഓരോ ചെയ്യാൻ തുടങ്ങി. അമ്മ നേരത്തെ എണീക്കും. ഞാൻ തലേ ദിവസം തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉറക്കം എന്ന് പറഞ്ഞ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് മാറിയതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് അമ്മ പഴവും വെച്ചിട്ടുണ്ട്. പഴനുറുക്ക് പിന്നെ ഓണത്തിന് മസ്റ്റാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് തല ഷാമ്പു ഇട്ട് കഴുകണമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഷാമ്പു കിട്ടിയിട്ട് ഇതൊക്കെ അച്ഛൻ്റെ ഓരോ സ്ഥലങ്ങളുണ്ട് അവിടെ വെച്ചതാണേ. പിന്നെ അമ്മ ഓരോ പണികളായിട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓരോ പണികളൊക്കെ തന്നു. കുട്ടി ഒരു കാര്യം ചെയ്യൂ, വെറുതെ നിൽക്കണ്ട, ഫോൺ വീഡിയോ എടുക്കണതിൻ്റെ കൂടെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ അരിഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പയറിന് ഉപ്പേരിക്കുള്ള കഷ്ണം ഞാൻ അരിയാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പയറുപ്പേരിക്കുള്ള കഷ്ണമൊക്കെ ഞാൻ അരിഞ്ഞു. അതുപോലെ തന്നെ പുളിയഞ്ചിക്കുള്ള ഇഞ്ചി നേരൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ചെറുതായി അരിയണം പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറുതായി അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പയർ നേരാക്കാം, എന്തൊക്കെ കഷ്ണം വേണമെങ്കിൽ അതൊക്കെ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ പയർ അരിയണ ദൗത്യം ഏറ്റെടുത്തു കേട്ടോ. പിന്നെ അമ്മ അങ്ങനെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പയറൊക്കെ അരിഞ്ഞ് ഓരോന്നൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുടിക്കാൻ ഇനി അടുത്തത്. എനിക്ക് എന്നും ഉള്ളൊരു ഇതാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഈ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കും. അതെൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചു. ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോവാന്ന് കേട്ടോ. അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടായി, പക്ഷെ നടന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും കൂടിയിട്ട് അവിടെ ഭൂരി ഉണ്ടാക്കണ ഇതിലാട്ടോ. അമ്മ ഭൂരി അടിപൊളിയായിട്ട് കുഴയ്ക്കും കേട്ടോ. അച്ഛൻ പരത്തി കൊടുക്കും ചെയ്യും. പെട്ടെന്ന് പണികൾ കഴിയില്ല. പിന്നെ അച്ഛൻ പണ്ടൊക്കെ ഇങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്തിരുന്ന ആളാണേ, ഹോട്ടലിലൊക്കെ നിന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഷ്ണം അരിയണം ഡ്യൂട്ടിയൊക്കെ അച്ഛനെ കൊടുക്കും. അച്ഛൻ പെട്ടെന്ന് കഴിയും. ഞങ്ങളൊക്കെ ആണെങ്കിൽ മെല്ലെ കഴിയുള്ളൂ. അപ്പോൾ അച്ഛൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആണുങ്ങളും പണിയെടുക്കും കേട്ടോ. അത് ഇനി തെറ്റാന്നൊന്നും ആരും പറയണ്ടേ. അടിപൊളിയായിട്ട് അച്ഛൻ പണിയെടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും. അച്ഛൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അത് അമ്പലത്തിൽ പോകാൻ നിൽക്കാനുള്ളൊരു പ്ലാനായിരുന്നേ. പക്ഷേ വേദു ആ പ്ലാനൊക്കെ മാറ്റി. അവനപ്പോൾ അവിടെ ആയതുകൊണ്ട്, മേഴത്തൂരായതുകൊണ്ട് ഞാൻ അവനവിടെ വിട്ട് പോകുന്നത് ഇഷ്ടമല്ല. അവന് സങ്കടം വരും. അത് കാരണം എന്നാൽ ഞാൻ വിചാരിച്ചു വേണ്ട, അമ്പലത്തിൽ പോകണില്ല പറഞ്ഞു കേട്ടോ അവനോട്. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന പൂവിടാം, ഉത്രാടത്തിൻ്റെ അന്ന് അവിടെ ഞാൻ പൂവിടാമെന്ന് വിചാരിച്ചു. മഴ കാരണം ഒന്നും നടന്നില്ല. ഒന്നാമതേ അവിടെ കട്ടയാണ്. ആ കട്ടയിൽ അച്ഛനാണ് എപ്പോഴും പൂവിടാറ്. അച്ഛനാണെങ്കിൽ 4 പൂവ് അവിടെ വെച്ചിട്ട് പോവും. അപ്പോൾ അച്ഛൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ പൂവിടാൻ പറഞ്ഞപ്പോൾ എന്തോ വലിയ പൂവാവും എന്നൊക്കെ വിചാരിച്ചു. അച്ഛൻ ചോദിക്കും ഇതാണ് പൊങ്ങളിട്ട് പൂവ് എന്നാണ് കേട്ടോ ചോദിച്ചത്. വേറെ ഒന്നുമില്ല, മഴയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ പൂവിടുക? പിന്നെ ചാണകം തേക്കൂല, ചാണകമൊന്നും കിട്ടാല്ലേ അവിടെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളതിൽ പൂവിടുക? ആ കട്ടയിൽ എങ്ങനെ പൂവിടും നിങ്ങൾ പറയൂ? എനിക്ക് അതിന് മാത്രം കഴിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ കട്ടയിൽ ഇത് മഞ്ഞക്കോളാമ്പി, അവിടെ കുറച്ച് പൂവുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലെക്കാട്ടിൽ അത്യാവശ്യം പൂവുകൾ അവിടെ ഉണ്ട്. മഞ്ഞക്കോളാമ്പി ഉണ്ട്, ഈ വെള്ളപ്പൂവ് ഇഷ്ടംമാരുണ്ട്. പിന്നെ എന്തോ ഭാഗത്തിനൊരു ചെമ്പരത്തി കിട്ടി. പിന്നെ അപ്പുറത്തെ വീട്ടിൽ പ്രേമേശ്വര വീട്ടിൽ ഇഷ്ടംമാര് ചെമ്പരത്തി ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല, ഒത്ത ഉയരത്തിൽ. അല്ലെങ്കിൽ കുറച്ച് പൊട്ടിച്ചായിരുന്നു. ഞാൻ അങ്ങനെ ആലോചിച്ചു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ചെമ്പരത്തി മുട്ട് പൊട്ടിച്ചാലോ എന്ന്. പക്ഷെ മഴയാണ്. പിന്നെ ചെമ്പരത്തി മുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് മതിലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വീടാൻ പറ്റില്ലല്ലോ. കൈയും കാലും ഒടിഞ്ഞാൽ പിന്നെ അത് മതിയല്ലോ. അപ്പോൾ ഈ പൂവ് പൊട്ടിച്ചുട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. മന്ദാരമാണോ? അതല്ല, എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു പൂവ്, വെള്ളപ്പൂവ്. അത് പൊട്ടിച്ചിട്ട് ചെമ്പരത്തി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ വെള്ളപ്പൂവ് വെക്കാമെന്നൊക്കെ ഒരു പ്ലാനായിരുന്നു കേട്ടോ. ഇഷ്ടംമാതിരി വെള്ളം പൂവുണ്ടേ. ഇതൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല കേട്ടോ. ഞാൻ അമ്മോട് പറയണേ ഇനി ഇതിൻ്റെ ശരിക്കൊരു കൊമ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ കുത്തിയിടായിരുന്നു. അടുത്ത കൊല്ലാകുമ്പോഴേക്ക് ഈ പൂവെങ്കിലും ഉണ്ടായിച്ചാൽ നന്നായിരുന്നു. വെള്ളപ്പൂവ് ഇട്ട് കഴിഞ്ഞൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ വേദു ഇന്നെങ്ങനെ നോക്കിക്കണ്ട് കേട്ടോ. മറ്റേത് അവൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുമല്ലോ. പിന്നെ പറഞ്ഞു നീ ഇന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും വരണ്ട കേട്ടോ പറഞ്ഞു, മഴയാണേ. അപ്പോൾ പിന്നെ അവൻ ഹെൽപ്പ് ചെയ്യാനൊന്നും വന്നില്ല. ഈ പൂവിന് നിങ്ങളുടെ അവിടെ എന്ത് പേരാ പറയണതെന്ന് പറയൂ കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഷേവിയും പൂവ് അങ്ങനെ എന്തൊക്കെയോ പറയും തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഷേവ് ചെയ്യുന്ന സാധനം ഇങ്ങനെയാണല്ലോ. പക്ഷേ എന്താണെന്ന് ശരിക്കുള്ള പേര് എനിക്കറിയില്ല. പക്ഷേ ഈ പൂവ് ഞാൻ ഒന്നേ പൊട്ടിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വേദന കൊടുത്തു. പിന്നെ തെച്ച് കത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, മഞ്ഞത്തെച്ച്. പക്ഷേ ഇതൊക്കെ പൊട്ടിച്ചിട്ട് എവിടെ ഇടണം എന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. ഇന്നത്തെ ഉത്രാടം പൂക്കളം എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായില്ല. എന്നാലും നമുക്ക് പൂവിടണമല്ലോ. ഇന്നത്തെ ഉത്രാട പൂക്കളം ഇങ്ങനെയാണ് വന്നത്. ഈ കട്ടയിൽ ഞാൻ ഇങ്ങനെയാണ് ഇട്ടത്. നിങ്ങൾ പറയൂ എങ്ങനെയുണ്ട് എൻ്റെ ഉത്രാടം ചെറിയ പൂക്കളം എന്ന്? നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ പറ്റിയുള്ളൂ കേട്ടോ. ഞാൻ വേറെ ഡിസൈനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പൂവിട്ടു. എന്തായാലും പൂവിട്ടു എന്നുള്ളൊരു പേരായല്ലോ. പൂവിട്ടില്ല എന്ന് വേണ്ടില്ല. ഇത്രയും ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പൂവിട്ടിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പൂവിട്ടില്ലെങ്കിൽ മോശമല്ലേ.
അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് ചെന്നു. അടുക്കളയ്ക്ക് ചെന്നപ്പോൾ ഇത് അച്ഛൻ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ നുറുക്കി വെക്കുന്നുണ്ട്. അമ്മ അതാ ഭൂരിക്കുള്ളത് ഓരോന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ഭൂരിയായിരുന്നു കേട്ടോ. നല്ല പൊളച്ച് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുണ്ടോ? ഒന്നുമില്ല. അമ്മ പറഞ്ഞു ഭൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴയ്ക്കുന്നത് കറക്റ്റ് ആവണം എന്ന്, എന്നാൽ മാത്രമേ റെഡി ആവുള്ളൂ. റേഷൻ കടയിൽ നിന്ന് കിട്ടിയെന്ന് ആട്ടപ്പൊടി എന്നാട്ടോ പറഞ്ഞത്. പക്ഷേ ഭൂരി സൂപ്പറായിരുന്നു കേട്ടോ. കേട്ടോ നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പൊള്ളച്ച് വന്നുകൊണ്ട് മാത്രമല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭൂരി അധികമൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. 2 3 അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീട്ടിലെ പ്രേമേച്ചി ഞങ്ങളോട് വർത്തമാനം പറയാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പ്രേമേച്ചിയോട് വർത്തമാനം പറഞ്ഞു. അപ്പം അമ്മ നല്ല സുടുസുടാ ഭൂരി ചുട്ടന്നു. അപ്പം തന്നെ ഞങ്ങളോട് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ വേദുട്ടനും അങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ 3 ഭൂരി എടുത്തു ഗൈസ്. പക്ഷേ അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ഒരു പഴവും പപ്പടം എടുത്തു. ഓണക്കാലമായ പഴവും പപ്പടം കഴിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പ്ലസ് ചായയും കുടിച്ചു കേട്ടോ. എന്തായാലും ഡയറ്റൊക്കെ തെറ്റിയിരിക്കുകയാണ്. ഇനി 1-ാം തീയതി മുതൽ നമുക്ക് വീണ്ടും തുടങ്ങണം. അപ്പം അമ്മ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും കഷ്ണങ്ങൾ അരിയാണ് കേട്ടോ. അച്ഛൻ അപ്പുറത്തിരുന്ന് അരിയുന്നുണ്ട്. ഞാനിതാ എന്താ അവിയലിനുള്ള കഷ്ണമാണ് കേട്ടോ നുറുക്കുന്നത്. പയറ് പൊട്ടിച്ചിടുകയാണേ. അപ്പം അമ്മ പറഞ്ഞു കുട്ടി ഒരു കാര്യം ചെയ്യുക, പയറ് പൊട്ടിച്ചിട്ടോളൂ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ നബിദിനത്തിന് അന്ന് കുറേ മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് ആ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കേട്ടോ. ഈ വ്യക്തികളെന്ന് പറയണത് ആ വീട്ടിൽ ഭയങ്കര വേണ്ടപ്പെട്ട 2 വ്യക്തികളാണ് കേട്ടോ. ശ്രീജ എന്നാണ് പേര്. ശ്രീജ കുട്ടി എന്നാണ് ഇവർ വിളിക്കുക. അപ്പോൾ ഇതെന്താ ഓണക്കോടിയൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നോട് പറയണം അമ്മ കുട്ടി ഞാൻ കൊടുക്കുന്നത് എടുക്കണ്ട കേട്ടോ എന്നാണ് കേട്ടോ അമ്മ ഈ പറയുന്നത്. നല്ലൊരു സാരിയാണ് അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഈ മിഠായിക്ക് വേണ്ടിയിട്ട് ഭയങ്കര തല്ലായിരുന്നു കേട്ടോ അവിടെ. തല്ലല്ല, അങ്ങനെ മിഠായി കഴിച്ചിട്ടുണ്ട്. വേദു ഈ ഓരോന്ന് വലിച്ചു വാരി തിന്നിട്ട് ഭയങ്കര പ്രശ്നമായി കേട്ടോ. എന്നിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും അതിൻ്റെ കഥ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്നു. അവരും ഭൂരി, അവർക്കും നല്ല ചൂട് ഭൂരി അമ്മ ഉണ്ടാക്കി കൊടുത്തുട്ടോ. അവരും പറഞ്ഞു കുറേ കാലമായി ഭൂരിയൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ഭൂരിയാന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ ഭൂരിയാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ ഓണക്കൂടിയാണ് കേട്ടോ ഇരിക്കുന്നത്. ചുരിദാറിൻ്റെ തുണിയാണ് കേട്ടോ. ഷോളും പാൻറ്റും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. കുറേ നേരം വർത്തമാനം പറഞ്ഞു. നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് പറഞ്ഞവർ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഇറങ്ങി. അവരധികം നേരം നിന്നില്ല കേട്ടോ. വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ അവർ പോയിട്ടോ. ഇനി എപ്പോഴെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പോയിട്ടോ. അവർ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് അടുത്ത പണി, അല്ലെങ്കിൽ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പണി ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിയിഞ്ചി എടുത്ത് വെച്ചതായിരുന്നേ. അപ്പോൾ അത് കൊണ്ടുപോകാൻ മറന്നപ്പോൾ ബേബിക്കുട്ടിയാണ് കേട്ടോ അത് കണ്ടത്. ഇതെന്താ കൊണ്ടുപോയിട്ടില്ലല്ലോ പറഞ്ഞേ. പിന്നെ അതാ പാലടയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അമ്മ പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ പാല് കുറച്ച് കൂടിപ്പോയി. പക്ഷേ പാലടയൊക്കെ സൂപ്പർ. എന്നാൽ അച്ഛനാണ് കേട്ടോ പാലട ഉണ്ടാക്കുന്നത്. അച്ഛൻ പാലട ഉണ്ടാക്കാൻ നല്ല സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാവും അച്ഛൻ ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ അങ്ങനെ നായാടി വന്നു കേട്ടോ. അപ്പോൾ അവർക്ക് സാരി കൊടുക്കാൻ വേണ്ടി അമ്മ എടുത്ത് സെലക്ട് ചെയ്യാണ് സാരിയെ. അപ്പോൾ ആ സാരി അതുപോലെ തന്നെ പൈസയും കൊടുത്തു. പക്ഷേ ആ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഡിലീറ്റ് ചെയ്തു. അവർ ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് മാനിക്കണമല്ലോ, അത് കാരണം ഡിലീറ്റ് ചെയ്തു. പിന്നെ ഇതാ പാലട അതാ കളറ് മാറി ഈ ഒരു രൂപത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം പാലട ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞത് അട കുറഞ്ഞു പോയി, പാല് കൂടിപ്പോയി എന്നാട്ടോ പറഞ്ഞത്. ഇന്ന കണക്കുണ്ടല്ലോ, ശരിക്കും അതിൽ എഴുതിയ പോലെ ഉണ്ടാക്കണം, എന്നാലേ പാലട കറക്റ്റ് ആവുള്ളൂ. ഞാനിതുപോലെ കഴിഞ്ഞ കൊല്ലം ഒറ്റ ആന്ധ്രയിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പാളിപ്പോയി. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അട കുറവായിരുന്നു. പച്ചതാ അച്ചാറിനുള്ള നാരങ്ങയൊക്കെ നുറുക്കുകയാണ് കേട്ടോ. പുളിയിഞ്ചി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചാറിനൊക്കെ നുറുക്കി വെച്ചു. അപ്പോൾ ഇത് അവരൊക്കെ വന്നു കേട്ടോ. അപ്പുവിൻ്റെ അനിയത്തിയാണ്. അവരും കുട്ടിയും ഭർത്താവും ഒക്കെ കൂടി വന്നു. അവർ എന്തായാലും കുറച്ച് നേരം നിൽക്കാം, വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോഴും ഇതാ മിഠായി, ലഡ്ഡു അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാനിട്ട് എല്ലാവർക്കും. അപ്പോഴും വേദു ഒരുപാട് മിഠായി കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല മിഠായി പറഞ്ഞാൽ നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് അവൻ വീട്ടിൽ വന്ന് ഛർദ്ദിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ കളിയാണ് കേട്ടോ. ദേഹാണെങ്കിൽ കളിച്ചുകൊണ്ടാണ്. ഇവന് ചുമ മാറിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ 4 ബലൂൺ അകത്തുനിന്ന് എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോഴാണ് എടുത്ത് വെക്കണമെന്ന് അറിയില്ല കേട്ടോ. അത് വീർപ്പിച്ച് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ ഉച്ചയായപ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന്, ആടുവളവിൻ്റെ അവിടെയുള്ള പള്ളിയിൽ നിന്ന് നബിദിന ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നബിദിനത്തിൻ്റെ അന്ന് നമുക്ക് ഇത് കിട്ടും, എന്ത് പള്ളിയിലല്ല അവിടുന്ന് ബിരിയാണി കിട്ടുന്നുണ്ട് ഇത്ര. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒന്നുമില്ല, അവിടെ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്താ അല്ല ബീഫ് ബിരിയാണി ആയിരുന്നേ. ശരിക്കും നല്ല ടേസ്റ്റായിരുന്നു, നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാ ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയൊന്നുമല്ല. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ സദ്യ ഉണ്ടാക്കാമെന്നുള്ള പ്ലാന് ഒക്കെ മാറിയിട്ട്
സദ്യക്ക് പകരം ഇലയിൽ എല്ലാവരും ബീഫ് ബിരിയാണിയാണ് കഴിച്ചത്. അതാണ് ഉണ്ടായത്. സദ്യ തിരുവോണത്തിൻ്റെ അന്ന് ആക്കാം എന്നുള്ളൊരു പ്ലാനായിട്ട്. പക്ഷേ തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ എൻ്റെ വീട്ടിലാവും. എന്തായാലും ഉത്രാടത്തിൻ്റെ അന്നും കഴിക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു. അതെന്തായാലും ഞങ്ങൾ നബിദിനത്തിൻ്റെ ബീഫ് ബിരിയാണി കഴിച്ചിട്ട് അങ്ങോട്ട് ഒതുക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ കുറച്ച് കളികൾ, ഓണക്കളികൾ കളിക്കാമെന്ന് പ്ലാനായി. ഈ കളി ഞാൻ ഇൻസ്റ്റയിൽ ഒരുപാട് പേര് ചെയ്യണത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ ഈ കളി ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. ഇത് വെച്ചിട്ട് ഒരു പാട്ട് ഇടുമല്ലോ, നാഗവല്ലി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ. അപ്പോൾ ഞങ്ങൾ റെഡിയായി. അപ്പം ഉണ്ട് വല്യമ്മ വരുന്നത്. വല്യമ്മ എന്ന് പറയണത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് കേട്ടോ. വല്യമ്മ എന്നാണല്ലോ വിളിക്കുക. അപ്പോൾ അതായത് എൻ്റെ അമ്മായിമ്മയുടെ നാത്തൂൻ. അപ്പോൾ വല്യമ്മ വന്നിട്ട്, വല്യമ്മ അവിടെ തന്നെ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. വല്യമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കാരണം വല്യമ്മയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാനാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ വല്യമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും. ഊണ് കഴിക്കാൻ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉത്രാടത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഇവരിതാ കളി തുടങ്ങി കേട്ടോ. ആദ്യം പറഞ്ഞു കറക്കിയിട്ടൊക്കെ വേണമെന്ന്. അപ്പോൾ വേണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ ജസ്റ്റ് അതിങ്ങനെ കാലിങ്ങനെ ആവുമ്പോൾ ഒരു രസമാണല്ലോ, കറക്റ്റ് പോവില്ലല്ലോ, വേറെ വഴിക്കൊക്കെയാണല്ലോ ഇങ്ങനെ പോവുക ചിലവർ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യാൻ വെച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. ശരിക്കും ആ പാട്ടിനെ നീതി പുലർത്തിയിട്ടുണ്ടല്ലോ. ആ പാട്ടിനോട് നീതി പുലർത്തിയ ഒരു തന്നെയായിരുന്നു കേട്ടോ. അത് റീല് തന്നെയായിരുന്നേ. കറക്റ്റ് അതുപോലെ തന്നെ കേട്ടോ. നല്ല സൂപ്പറായിരുന്നേ. എനിക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ശരിക്കും ആ പാട്ട് വെച്ചിട്ട് കേൾക്കണം നിങ്ങൾ. അതാണ് അതിൻ്റെ ഒരു ഭംഗി തോന്നുന്നത്. അങ്ങനെ കറക്റ്റ് വഴിയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ശരിക്കും നമുക്ക് കണ്ണ് കിട്ടുമ്പോൾ അറിയില്ല നമ്മൾ ഏത് വഴിയിൽ കൂടെയാണ് പോകുന്നത് എന്ന്. നമുക്ക് തോന്നും, ഈ റീല് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ശരിക്കും സിമ്പിളല്ലേ എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. നിങ്ങൾ മനസ്സിലാക്കണം, കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു അന്തും കുന്തും ഇല്ല, എവിടേക്കാണ് പോകണത് ഒന്നും അറിയില്ല. അങ്ങനെ ബേബി വന്നു കേട്ടോ. അപ്പോൾ ബേബിയും എങ്ങനെയാ വെച്ചാൽ ബേബിയുടെ പിന്നെ ശരിയായി കേട്ടോ. അവൾ ആ ചവിട്ടിയത് എന്തോ കറക്റ്റായേ. അപ്പോൾ മേമ പറയായിരുന്നു കാലൊന്ന് പരത്തി വെക്കണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ആദ്യം ഒന്ന് തെറ്റിച്ചെങ്കിലും പിന്നെ അവളുടെ കറക്റ്റ് അവൾ വന്നു കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവളുടെ മാത്രം ഒന്ന് കറക്റ്റ് വന്നു, ഞങ്ങളുടെ ഒന്നും കറക്റ്റ് വന്നില്ല. അപ്പോൾ പകുതി എത്തിയപ്പോൾ പറഞ്ഞു മതി എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും അവളത് കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഊഴം വന്നെത്തിയിട്ടോ. ഞാൻ അവരോട് ചോദിക്കായിരുന്നു നിങ്ങൾ ഇന്ന നേരെ തന്നെയാണോ നിർത്തിയിരിക്കണതെന്ന്. എനിക്ക് ഇവരുടെ ചിരി കാണുമ്പോൾ അങ്ങനെയല്ല തോന്നിട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം വെച്ചത് എന്താ പറയുക ശരിയായിട്ടോ. പിന്നെ അങ്ങോട്ട് ഞാൻ ഫുള്ള് മാറിയിട്ടാണ് കേട്ടോ പോയത്. നമ്മുടെ വിചാരം ശരിയാവും വെച്ചിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് ആ കറക്റ്റാണ്, ശരിക്കുള്ള വഴി കൂടെയാണ് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അറിയണില്ലല്ലോ. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിയാണ്, കറക്റ്റ് വഴി കൂടെയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ശരിക്കും അല്ല, എനിക്ക് മനസ്സിലായി ഞാൻ ഈ വഴി കൂടെ അല്ല വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ മനസ്സിലായി ഞാൻ ഷാരൻ്റെ മേമ വന്ന വഴി കൂടെ തന്നെയാണ്. പിന്നെ ഇവരെ കൊണ്ടും വെറുതെ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലട കുടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കസേരക്കളി ആവാം, അതിൻ്റെ കൂടി ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അംഗസംഖ്യ കുറേ ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും കസേരക്കളിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം 4 കുട്ടികളെ വെച്ചിട്ട് കസേരക്കളി നടത്താമെന്നുള്ള പ്ലാനായി. 4 കുട്ടികളും 3 കസേരയും അങ്ങനെയായിരുന്നു. ഇവർക്കുണ്ടോ അറിയണ വേദു ബാലവാടിയിൽ കസേരക്കളി കളിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവനെ ഒരുവിധം അറിയാം. പക്ഷെ ശിവയ്ക്ക് ഈ കസേരക്കളിയെ കുറിച്ചിട്ടൊന്നും അറിയില്ലല്ലോ. 3 പേര് ഇരുന്നു. 4ാമത് ഇവള് ഇരിക്കാൻ നിൽക്കുമ്പോൾ കസേര ഇല്ല. അതിനെ പിന്നെ ഫുള്ള് കരച്ചിൽ പിഴിച്ചിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവർ 3 പേരും ഇങ്ങനെ നോക്കി പാട്ട് നിൽക്കുമ്പോൾ കണ്ടോ ഇരുന്നു കേട്ടോ. അപ്പം ഇരിക്കാൻ പറ്റിയില്ല. അവൻ വന്നിരുന്നപ്പോൾ കരഞ്ഞു. അതാണ് ഉണ്ടായത് കേട്ടോ. ശരിക്കും അത് നല്ല രസമായിരുന്നു. കരച്ചിലായിരുന്നു. എന്നിട്ട് 2ാമത്തെ ട്രിപ്പും അവരെ കൊണ്ട് വെറുതെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും അവൾക്ക് കിട്ടിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ അവസാനം കളിയിൽ ജയിച്ചത് ബേബിക്കുട്ടിയാണ്. കുട്ടികളുടെ കസേരക്കളിയിൽ ജയിച്ചത് ബേബിക്കുട്ടിയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് കസേരക്കളിക്ക് എന്തായാലും ഇവൾക്ക് ഫസ്റ്റ് സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാലവാടിയിൽ കളിച്ചപ്പോൾ ഇവൾക്ക് സെക്കൻഡായിരുന്നു. ഇപ്രാവശ്യം കളിച്ചപ്പോൾ ഫസ്റ്റായിരുന്നു കേട്ടോ. എന്തായാലും അവൾ അങ്ങനെ സാഹസികമായി ജയിച്ചിരിക്കുന്നു. പിന്നെ വലിയവരുടെ കസേരക്കളിയായിട്ടോ. ഞാനും കസേരക്കളിക്ക് എപ്പോഴും ഫസ്റ്റ് ഔട്ട് ആവാറ് പതിവ് കേട്ടോ. പക്ഷെ എന്താ ഈ ഡേറ്റ് ഞാനിപ്പോൾ ഫസ്റ്റ് ഔട്ട് ആവുന്നില്ല. അപ്പോൾ അവിടെ പാട്ട് വെക്കുന്നു. ഞങ്ങളിതാ വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 3 പേരിൽ ആര് വീഴും ആര് ഇരിക്കും എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ കണ്ട എനിക്ക് കസേര കിട്ടി. ശരണ്യ എൻ്റെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു കേട്ടോ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. നമ്മൾ വിട്ടുകൊടുക്കരുതല്ലോ.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ റൗണ്ടായിട്ടോ, ഞങ്ങൾ രണ്ടുപേരിൽ ആർക്ക് കിട്ടും എന്നുള്ളൊരു കൺഫ്യൂഷനായിട്ടോ. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഗൈസ്. രണ്ടുപേരിൽ ഒരാൾക്കല്ലേ കസേരക്കളിക്ക് കിട്ടുള്ളൂ, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴേക്ക് ഇരുന്ന് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വടം വലി മത്സരം, അതാണ് ഏറ്റവും മെയിൻ. നിങ്ങൾ മനസ്സിലാക്കണം, വടം വലിക്ക് മത്സരിക്കാൻ അംഗസംഖ്യയൊന്നുമില്ല. കുട്ടികളും മുതിർന്ന ഒരാളും പിന്നെ ഞങ്ങൾ 3 പെണ്ണുങ്ങളും കൂടിയിട്ട്, പെൺകുട്ടികളും കൂടി, ഞങ്ങൾ 3 സ്ത്രീകളും കൂടിയിട്ട് മത്സരിക്കാൻ നാക്കിട്ടോ. കാരണം ഞങ്ങൾ 3 പേരും കൂടിയിട്ടുള്ള വെയിറ്റ് ആവുമല്ലോ മറ്റേ അപ്പുറത്ത് കിടാനുള്ളവർക്ക്. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ ഞങ്ങളാണ് ജയിച്ചത്. ഞങ്ങൾ അതിസാഹസികമായി ഞങ്ങളുടെ പെൺകരുത്ത് അത് നേടിയെടുത്തു. അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് വടം വലിക്ക് ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിയിട്ടോ. പക്ഷെ ഫസ്റ്റ് വാങ്ങിയാൽ നമുക്കൊന്നും സമ്മാനമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർ ഭാര്യയും ഭർത്താവും കൂടി വടംവലിയൊക്കെ നടത്തിയായിരുന്നു കേട്ടോ. കപ്പിൾസിൻ്റെ ഒരു വടംവലിയായിരുന്നേ. അപ്പോൾ അതിൽ ബേബി മേമയുടെ ടീം കൂടി, ബാക്കിയുള്ളവരൊക്കെ മാമയുടെ ടീമും കൂടിയിട്ടത്. ആ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇതൊക്കെ വലിക്കൽ കണ്ടില്ലേ, ശിവ 2-3 വട്ടം വീണു. അതിൻ്റെ ഇടയിൽ ഇവർ വീഴ്ചയൊക്കെ കേട്ടോ. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റില്ലല്ലോ. ഇവരാണെങ്കിൽ നമ്മുടെ കൂടെ എല്ലാറ്റിനും കൂടും ചെയ്യും. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇവർ ഭയങ്കര വലിയായിരുന്നു കേട്ടോ. അങ്ങോട്ട് കിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങോട്ട് പോവായിരുന്നു. ഇവർ 3 പേരും കൂടി വലിച്ചിട്ട് കിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, അങ്ങോട്ട് പോവാണ് ഇവർ ചെയ്തത്. തോറ്റുപോയി ഗൈസ്, അവർ തോറ്റുപോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഓണപ്പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ പോവുകയാണ്, കാരണം പിറ്റേ ദിവസം തിരുവോണമാണ്. അപ്പോൾ ഞാൻ വീട്ടിലാണ്, അമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉത്രാടം അടിച്ച് പൊളിച്ചല്ലോ. അപ്പോൾ 3:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ അവരെന്തായാലും കൂറ്റനാട് വഴി പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ കൂറ്റനാട് ഇറക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ അമ്മോട് പറയായിരുന്നു ബായ്, ഇനി പിന്നെ വരുമ്പോൾ കാണാമെന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കാറിലാണ് കേട്ടോ പോകുന്നത്. കൂറ്റനാട് വരെ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഞാൻ വേറെ ഓട്ടോ വിളിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നേ. അങ്ങനെ തന്നെയാണ് പോയത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് സഞ്ചി കൂടിപ്പോയി. അപ്പോൾ എനിക്ക് ബസ്സിൽ പോവുക പറഞ്ഞാൽ അത് ഇത്തിരി റിസ്ക് ആയിരിക്കും. വേദുട്ടനും ഉണ്ട്, മഴയാണ്, കുടയൊക്കെ പിടിച്ച് പോവുക പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ എന്തായാലും പൂക്കളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവോണമാണല്ലോ പിറ്റേ ദിവസം, കുറച്ച് പൂക്കളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങാം. എല്ലാവരുടെയും പൂക്കളുണ്ട്. പക്ഷെ കുറേയൊക്കെ വാങ്ങി ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തെ കടയിൽ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള പൂക്കളുള്ള പോലെ തോന്നിയിട്ടോ. പിന്നെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയേ. പിന്നെ ഞങ്ങൾ വാങ്ങാനൊന്നും നിന്നില്ല. ഈ പൂക്കളത്തിൽ എല്ലാം ഒന്നും കിട്ടിയില്ല കേട്ടോ. വയലറ്റ് പൂവൊക്കെ ഇടാൻ പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു അത് ഭയങ്കര വിലയാണ്, ഇത്ര കിലോന് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഇടൂ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ. പക്ഷേ ഇട്ടൊന്നുമില്ല കേട്ടോ. വാടാർ മല്ലി ഇട്ടു, ചെണ്ടുമല്ലി ഇട്ടു, ജമന്തിയോ അങ്ങനെ എന്തോട്ടെ ഈ വെള്ളപ്പൂവ് ഇട്ടുവോ? ഒന്നും ഇട്ടിട്ടില്ല. ആകെ വെള്ളപ്പൂവൊന്നും ഇടാൻ വയ്യ അവർക്ക്. 100 രൂപയ്ക്ക് പോലും തരാൻ വയ്യ കേട്ടോ അവർക്ക്. അങ്ങനെയായിരുന്നു. കിറ്റിലാണെങ്കിൽ ഫുള്ള് വാടിയതായിരുന്നു കേട്ടോ. 50 രൂപയ്ക്കുള്ള പൂക്കളായിരുന്നു അതേ കിറ്റിൽ. ഈ പൂ നല്ല ഭംഗി തോന്നി, പക്ഷെ അവർ തന്നില്ല കേട്ടോ. ഒരെണ്ണറ്റിട്ടെന്നു എന്തോ പേരിന് വേണ്ടിയിട്ട് ഇട്ട് തരിക. ഇതിന് നല്ല വില അത്ര ഈ പൂവിന്. ആയിക്കോട്ടെ, എന്നാലും 100 രൂപയ്ക്ക് പറയുമ്പോൾ എല്ലാറ്റിനും കുറച്ചിട്ടാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയും ചെയ്തില്ലേ. കിറ്റിലാണെങ്കിൽ ഫുള്ള് വാടിയതായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ കിറ്റ് വാങ്ങിയില്ല. നഷ്ടമായി പോയായിരുന്നു കിറ്റ് വാങ്ങിയ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇട്ടെന്നാൽ മതിയെന്ന്. എന്നാൽ അപ്പുറത്തെ കടയിൽ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള പൂക്കളായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അത് ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തില്ല. ഞങ്ങൾക്കൊക്കെ ഇത്രയും പൂവാണ് കേട്ടോ കിട്ടിയത്. 50 രൂപയെക്കാട്ടിലും ഇത്തിരി തോനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഒരു ഓട്ടോയിൽ കയറിപ്പോയി കേട്ടോ. കൂറ്റനാട് നിന്നാണ് ഞങ്ങൾ ഓട്ടോ വിളിച്ചത്. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഓട്ടോയിൽ പോകാമെന്നുള്ള പ്ലാനായി. കാരണം മഴയാണ്. പിന്നെ വേദുവിനൊക്കെ പിടിച്ചിട്ട് ബസ്സിൽ കയറുക പറഞ്ഞിട്ട് റിസ്ക്കാണ്. കയ്യിൽ ഒരുപാട് സഞ്ചികളുണ്ട്. അതൊക്കെ കൊണ്ട് ബസ്സിൽ കയറാൻ എനിക്ക് പറ്റില്ല. പിന്നെ സീറ്റും കിട്ടിയില്ലെങ്കിൽ പറയും വേണ്ട. പിന്നെ വേദുവിന് അപ്പോൾ ആ നേരം തൊട്ടിട്ട് അത്യാവശ്യം ചുമയും കഫക്കെട്ടും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേഹമൊക്കെ അനങ്ങി കളിയല്ലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ഈ വീടെത്താറാവുമ്പോഴേക്കും മാങ്ങളയും പെങ്ങളും നല്ല ഉറക്കമായി കേട്ടോ. ആ നേരം വരെ ഉറങ്ങാതെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാണ് രണ്ടുപേരും. എന്നിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത്. ഓണത്തിൻ്റെ തലേദിവസം ഹോസ്പിറ്റലിൽ അങ്ങോട്ടായി. നല്ലൊരു കഫക്കെട്ടായിട്ടോ വേദുവിന്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് രാത്രി ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. ബിരിയാണി കഴിച്ചതും ഒക്കെ ഛർദ്ദിച്ചു. ടോക്കൺ നമ്പർ 24 കിട്ടിയത്. പിന്നെ എവിടെ പോയാലും അവനൊരു പെൺകുട്ടി കൂട്ടുണ്ടായിരിക്കും കേട്ടോ. അത് എവിടെ പോയാലും ഉണ്ടായിരിക്കും. ആ പെൺകുട്ടിക്കാണെങ്കിൽ വേദുവിനെ നല്ല പിടിച്ചു കേട്ടോ. വേദുവിനോട് കുട തരുമോ എന്നൊക്കെ ചോദിക്കലും വേദു
നീതുവിനോട് ഇവിടെ ഇരുന്നോളാൻ പറയുക. ആ കുട്ടി ഇവനാണെങ്കിൽ നാണായിരുന്നു കേട്ടോ, അങ്ങോട്ട് വിളിക്കുക ഇങ്ങോട്ട് വിളിക്കുക. അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ തിരുവോണത്തിൻ്റെ തലേദിവസം തന്നെയാണല്ലോ, നല്ല തിരക്കുമായിരുന്നു കേട്ടോ എല്ലാവിടെയും. അപ്പോൾ അമ്മ മോരും പിന്നെ അതുപോലെ തന്നെ ഓയിലും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിയപ്പോൾ അവന് ജ്യൂസ് വേണമെന്ന്, ചുമയ്ക്ക് കൊണ്ടുപോയത് അവനെ, ചുമയായിട്ട് ഡോക്ടറെ കാട്ടാൻ കൊണ്ടുപോയത്. എന്നിട്ട് അവൻ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊടുത്തു. 10 രൂപയുടെ ഒരു ബലൂൺ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയുള്ളത് ഗൈസ് നമ്മുടെ ഉത്രാട ദിനം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്. ബൈ.